ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം മീൻചാറും മുട്ടയാണ്. എല്ലാ കുഞ്ഞുമക്കളും സേഫായിട്ട് ഇരിക്കുന്നു. പലരും വീഡിയോയിൽ കാണാറില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ മഴയുടെ ഇതുകൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരുന്നത്. എല്ലാവരും സേഫാണ്. ഇപ്പോൾ ഇവിടെ മഴയില്ല, പക്ഷെ നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മഴ പെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ കേശുമോൻ്റെ അടുത്തോട്ട് പോവാം. കേശുമോന് ഞാൻ ഫുഡ് കൊടുത്തു. പിന്നെ കേശുമോൻ്റെ നെറ്റിലായിട്ട് ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ട്, കണ്ടോ? നിങ്ങളാരും പേടിക്കണ്ട, അത് നമ്മുടെ രോമം കിളുത്ത് വരുന്നുണ്ട്. എന്താണ് എന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മളുടെ ജൂലിറ്റിയുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഞാൻ കൂടുതൽ ആക്കി എടുത്തില്ല. ഒരാളെ അതിൻ്റെ അകത്ത് സേഫായിട്ടിരിക്കുന്ന 5 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഭക്ഷണം അവൾ കിടക്കുന്ന ഒരു മോട്ടോർ ഷെഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്നെ കണ്ട് അവൾ മണത്തറിഞ്ഞ് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അവയും മതിലേക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ. മതിലിങ്ങനെ മണ്ണ് ഇതായിട്ടുള്ളൊരു മതിലാണ്. അപ്പോൾ അവൾ ചാടി കയറിയിട്ട് പറ്റുന്നില്ല, എന്നെ കണ്ടതിൻ്റെ ഒരു ഇത് കൊണ്ടാണ്. അപ്പോൾ അപ്പുറത്തെ വഴിക്ക് ചാടി കയറി വന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവൾക്ക് ആഹാരം കിട്ടുന്നുണ്ട്, ഞാനും എത്തിക്കുന്നുണ്ട്. ഇവിടെ സേഫാണ്. ഒരു വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ളൊരു മോട്ടോർ ഷെഡാണത്. അവിടെയുള്ളവർക്കറിയാം ഇവളിവിടെ ഉണ്ടെന്ന്. അവരാണ് എന്നെ കാണിച്ചു തന്നത്. ഞാനിവളെ അന്വേഷിച്ച് ചെന്നപ്പോൾ. ഇപ്പം ഇതുവരെ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്നും പറ്റാതിരിക്കട്ടെ. ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ കളയുന്നത്, പക്ഷേ ഇവൾ സേഫാണ്. ഇപ്പോൾ നമ്മുടെ ഡോറമോൾക്ക് ഒരിക്കലും ഫുഡ് കൊടുത്ത വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല. അവൾ ഭക്ഷണം ഇടുന്നതിന് മുമ്പ് കഴിച്ച് തീർക്കും. ഇവിടെ മഴ പെയ്തു, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. വേഗം തന്നെ നമ്മൾ അപ്പുമോൻ്റെ അടുത്ത് പോയി. ഡോറമോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമാണ് അപ്പുമോനുള്ളത്. അപ്പുമോന് നമ്മൾ ഭക്ഷണം കൊടുത്തു കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴച്ചാറ്റിനുള്ള കാരണം കൊണ്ട് നമുക്ക് അപ്പുമോനും മിടുക്കനായിട്ടോ, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യവാനായിട്ടുമായിരുന്നു. കുറുമ്പനാണ് നമ്മുടെ അപ്പുമോൻ. എല്ലാവരെയും ഭയങ്കര ഗാർഡിങ്ങാണ്. അപ്പോൾ ആ വീട്ടുകാർക്ക് ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്. അതായത് ഇവൻ വേസ്റ്റൊക്കെ ഇവിടെ പല സ്ഥലത്തും കോഴി വേസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അത് അവൻ കഴിക്കുന്നത് കൊണ്ട് എന്തോ ഛർദ്ദിച്ചു എന്നുള്ളൊരു പരാതിയാണ് അവർ പറഞ്ഞത്. വേറെ ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു ഇഷ്ടക്കുറവ് വന്നത്. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം, ഇവനെ അവർ ഉപേക്ഷിക്കല്ലേ, അവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. കാരണം അവനവിടെ ഇഷ്ടപ്പെട്ടു. അവന് കുറച്ച് കൂട്ടുകാരും ഒക്കെ ഉണ്ട് അവിടെ. വലിയ സ്നേഹമാണ് അവന്, പാവം. പിന്നെ എൻ്റെ ഒച്ച കേട്ടോടുകൂടി നമ്മളുടെ പോപ്പി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പോപ്പിക്ക് ചങ്ങല വാങ്ങിച്ചു കൊടുത്തിട്ട് അവരിതുവരെ ഇട്ടിട്ടില്ല. പോപ്പി എൻ്റെ ഒച്ച കേട്ട് കണ്ട. അവന് നമുക്ക് ഭക്ഷണം ഇടാൻ പറ്റില്ല. അവനെ എപ്പോഴും അഴിച്ചു വിടാറില്ല. എപ്പോഴും നല്ല, അവന് എപ്പോഴും കയറി തന്നെയാണ്. തീരെ അഴിച്ചു വിടാത്തത് കൊണ്ടായിരിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവൻ ചാടി വീഴുന്നത്. പിന്നെ കൂടുതലും അവർ പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ അവിടെ ഇടയ്ക്ക് മിക്കപ്പോഴും അവനെ ഞാൻ പെഡിഗ്രി എത്തിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു മെമ്പർ സഹായിച്ചിട്ട്, മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ സഹായിച്ചിട്ട് നമ്മൾ ഒരു ഡ്രൂൾസ് അതുപോലെ പെഡിഗ്രിയും വാങ്ങിച്ചിട്ടുണ്ട്. പെഡിഗ്രി അപ്പോൾ ഞാൻ പുറത്ത് വെച്ചില്ല, അവിടെ ആ വീട്ടിൽ ആരും കാണുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് കൊണ്ടുപോയി അവരുടെ വീടിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ടുണ്ട്. പെഡിഗ്രി ഞാനവിടെ വെച്ചില്ല, കാരണം മറ്റു പൂച്ചകളോ പട്ടികളോ വന്ന് എടുത്താലോ മണം കിട്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പോന്നിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് അഴിച്ചുവിടാത്തതിൻ്റെ. പിന്നെ ഇപ്പോൾ നമ്മുടെ മീട്ടുവിൻ്റെ അടുത്തേക്കാണ് അടുത്തത് പോകുന്നത്. മീട്ടും നമ്മുടെ ചിക്കുമൊക്കെ ഒരേ സ്ഥലത്താണ് ഉള്ളത്. ചിക്കു എന്നെ കണ്ട് മനസ്സിലായില്ല. അതേ മീട്ടു കണ്ട, കൈ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അവന് ചെവി കേൾക്കാത്ത കാരണം കൊണ്ട് ഞാൻ റോഡിൽ നിന്ന് മാറില്ല. പലരും പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ എന്ന. വീട്ടിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രതികൂല സാഹചര്യമാണ്. പിന്നെ അവന് ഇവിടുത്തെ എല്ലാവരുമായിട്ട് ഇണങ്ങി എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കും. ഇതിപ്പോൾ ആ വശത്തുള്ള പിള്ളേർ സെറ്റാണ്. അപ്പോൾ അവർ എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നും ഞാൻ ഡോഗ്സിൻ്റെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കണ്ട് അവർ കമൻറ്റൊക്കെ പറയുന്നതാണ് കേട്ടോ. നല്ല പിള്ളേരാണ്. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, നിങ്ങളും ഇടയ്ക്കൊക്കെ ബിസ്ക്കറ്റോ ഭക്ഷണമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോ ഫോണിൽ കാണിച്ചു തന്നതാണ്. അവർ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന്. ഇത് നമ്മുടെ കറമ്പൻ സേഫാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക.